മാത്സ്യൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഡിവിഷൻ പൊതുവെ എല്ലാവർക്കും പ്രയാസമുള്ള ഒരു ഓപ്പറേഷനാണ്. അതായത് ഹരണം കുട്ടികൾക്ക് പൊതുവെ പ്രയാസമാണ്. കൂട്ടുക, കുറക്കുക, ഗുണിക്കുക, ഹരിക്കുക. ഇതിൽ കുട്ടികൾ ഏറ്റവും പ്രയാസപ്പെടുന്നത് ഹരണത്തിലാണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനാണ് നമ്മുടെ പ്രശ്നം. ഇനി ഇതുകൊണ്ട് അതന്നെ ഇവിടെ 5 കൊണ്ട് അതേപോലെ 25 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ വന്നാൽ എങ്ങനെ നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് അതിന്റെ ആൻസർ കണ്ടെത്താൻ കഴിയും എന്നാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നോക്കാം നമുക്ക്. 6 ഡിവൈഡഡ് ബൈ 5. ഈ 6 ഡിവൈഡഡ് ബൈ 5 നമുക്ക് വേണമെങ്കിൽ 6 ഡിവൈഡഡ് ബൈ 5 രണ്ട് സെയിം ആണ്. 6 ഡിവൈഡഡ് ബൈ 5 6നെ 5 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 6/5 എന്ന് എഴുതാം. അപ്പൊ 6നെ 5 കൊണ്ട് ഹരിച്ചാൽ 6 ഡിവൈഡഡ് ബൈ 5 ആണെങ്കിൽ അതിന്റെ ആൻസർ എത്ര വരും എന്നാണ് ഞാൻ പറയുന്നത്. നോക്കിക്കോളൂ. ഈ 6ന് ആദ്യം നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 2 നമുക്ക് എത്ര കിട്ടും? 12. ഇതിന് ശേഷം നിങ്ങൾ ഒരു ഡെസിമൽ കൊടുത്താൽ അതിന്റെ ആൻസർ ആയി 1.2. 6/5 എന്നാൽ 1.2. ഓക്കെ, എന്ത് ചെയ്തു നോക്കിയാൽ 11/5 നമ്മൾ ചെയ്യുന്നത് 11നെ 2 കൊണ്ട് 11നെ 2 കൊണ്ട് ഗുണിക്കുന്നു. 11നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്കറിയാം 22. 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമാണല്ലോ. ഓക്കെ, 11 × 2 22. എത്ര ഡെസിമൽ കൊടുക്കുന്നു? 1 ഡെസിമൽ കൊടുക്കുന്നു. ആൻസർ 2.2. നമുക്ക് ഇതിന് നോക്കാം. 123 × 5. 123നെ എത്ര കൊണ്ട് ഗുണിക്കുന്നു? 2 കൊണ്ട്. 123നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്കറിയാം 246 ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന കുട്ടികൾ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 6 2 2 4 2 1 2 246 ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഒരു ഡെസിമൽ എല്ലായിടക്കും കണ്ടില്ലേ? ഒരു ഡെസിമൽ ഇവിടെ കൊടുക്കുക. ആൻസർ എത്ര കിട്ടി? 224.6. നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. നമുക്ക് 11നെ 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 11നെ നമുക്ക് 5 ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യാം. 11നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1ൽ 5 പോവില്ല, അറിയാം. 11 ഒന്ന് ചെറിയ നമ്പർ ആയതുകൊണ്ട് പോവാത്ത കേട്ടോ. ഓക്കെ, 11ൽ 5 എത്ര വരും? 2. 2 5 10 കിട്ടും. ബാക്കി നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ കുറച്ചാൽ നമുക്ക് 1 കിട്ടും. 1 0 കുറച്ചാൽ 1 കിട്ടും. അപ്പൊ ഇനി എന്ത് ചെയ്യാം? നമ്പർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മളിവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഒരു 0 ഇടുന്നു, അല്ലെങ്കിൽ ഒരു 0 ഇടുന്നു, പിന്നെ അതിന് പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. എപ്പോഴാണ് പോയിന്റ് ഇട്ട് കൊടുക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിംഗിൾ നമ്പർ കൊണ്ട് ഡിവിഷൻ ഏറ്റവും കൂടുതൽ മാത്സ്യൂഡിന്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന വീഡിയോ ആണ്. ആ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഏതായാലും ഇവിടെ 10 10ൽ 5 നമുക്ക് എത്ര കിട്ടി? 2. 2 5 10. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ 0 കഴിഞ്ഞു. അപ്പൊ ആൻസർ എത്ര കിട്ടി? 2.2. ഇവിടെ കിട്ടിയ ആൻസർ എത്രയാണ്? 2.2. നിങ്ങൾക്ക് വേണമെങ്കിൽ 123നെയും 5 കൊണ്ട് ഇതേപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ഒന്നുമില്ല, ഈ നമ്പറിനെ 2 കൊണ്ട്, മുകളിലത്തെ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ഡെസിമൽ കൊടുക്കാൻ മനസ്സിലായില്ലേ? വലത്തുനിന്ന് ഇടത്തോട്ട് ഒരു നമ്പർ കഴിഞ്ഞിട്ട് ഒരു കുത്തിട്ട് കൊടുക്കുക. അതാണ് ഡെസിമൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ആയി. ഇനി 25 കൊണ്ട് ആണെങ്കിൽ ഡോണ്ട് വറി. ഇവിടെ നോക്കുക, ഒരു നമ്പർ ഇവിടെ 5 ഒരക്കാണല്ലേ, ഒരു ഡിജിറ്റ് അല്ലേ. അപ്പോഴാണ് 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ 25 2 നമ്പർ ഉണ്ട്. അതുകൊണ്ട് 3നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 4 കൊണ്ടാണ്. അതായത് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ ഇവിടെ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 12 കിട്ടി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു ഡെസിമൽ വന്നു. അപ്പൊ 2 നമ്പർ കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. 25 2 അക്കൂല്ലേ? ഓക്കെ, അതുകൊണ്ട് ഇവിടെ 2 ഡെസിമൽ കഴിഞ്ഞ് നമ്പർ കഴിഞ്ഞിട്ടാണ് ഡെസിമൽ ചെയ്യേണ്ടത്. അതിന്റെ ആൻസർ കഴിഞ്ഞു. ഇതാ 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 ഡെസിമൽ ഇട്ട് കൊടുത്തു. ഇവിടെ നോക്കൂ, 12/25. 12നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാം 4 2 8 4 1 4. പിന്നെ എന്ത് ചെയ്യാം? 2 ഡെസിമൽ. അപ്പൊ അതിന്റെ ആൻസർ ആയി ഒന്നുകിൽ 0.48 അല്ലെങ്കിൽ 0.48. ഓക്കെ, അപ്പൊ 12 2 അക്കം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. 25ൽ 2 അക്കം ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ എന്ത് കൊണ്ട് 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, 203/25. ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 812 എന്ന് കിട്ടും. 812 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? എത്ര ഡെസിമൽ കൊടുക്കണം? 2 ഡെസിമൽ കൊടുക്കണം. അപ്പൊ വലത്തുനിന്ന് അടുത്തോട്ട് 2 നമ്പർ കഴിഞ്ഞിട്ട് ഡെസിമൽ ഇടുക. അപ്പൊ ആൻസർ എത്ര കിട്ടും? 8.12 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഈ പറഞ്ഞത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് 12നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
12. നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യാം, ഈ 12നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ ചെയ്യാം. നമുക്ക് നോക്കാം, 12 എന്ന് പറയുന്നത് 1-ൽ 25 പോവില്ല, 12-ൽ പോവുക. ഈ പോവില്ല എന്ന് പറയുന്നത് ഇത് നമ്പർ ചെറുതാണ് ഇതിനെക്കാളും, അതാണ് ഈ പോവില്ല എന്ന് പറയുന്നതിന്റെ മറ്റൊരർത്ഥം. ഓക്കെ, അപ്പൊ 12-ൽ പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്, നമ്മൾ പറഞ്ഞത് ഒരു 0 ചേർക്കണം. 0 ചേർക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വേണം, ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ 120-ൽ എത്ര 25 ഉണ്ടാവും, 225 50 ആണ്, 325 75 ആണ്, 425 100 ആണ് അല്ലെ. ഓക്കെ, ഇവിടെ 120 ആണ് ഉള്ളത്, 525 125 ആണ്. ഓക്കെ, 425 ആണ് 100 കിട്ടുന്നത്. 525 നമുക്ക് എത്ര കിട്ടുക, 125 ആണ് കിട്ടുക. 125 ഇവിടെ ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ഏതാ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, 100 വരെയുള്ളത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 4നെ 25 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എത്ര കിട്ടും, 4 5 20, ബാക്കി 2, 4 2 8 2 10 കഴിഞ്ഞു. ഇനി ഇത് 0 കുറക്ക്, 0 2 0 കുറച്ചാല് 2. കറക്റ്റ് അല്ലേ? 1 1 കുറച്ചാൽ 0 എഴുതണം ഇല്ല. ഓക്കെ, 20. ഇനി എന്ത് ചെയ്യാം, വീണ്ടും ഒരു 0 ചേർക്കുക. വീണ്ടും 0 ചേർക്കുക, പോയിന്റ് ഇടേണ്ട ആവശ്യമില്ല, കാരണം ആദ്യം പോയിന്റ് ഇട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ 200-ൽ എത്ര 25 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഈ 100-ൽ 425 ഉണ്ട്, 100-ൽ 100-ൽ 425 ഉണ്ട്. അപ്പൊ 200-ൽ എത്ര ഉണ്ടാവും, 25, 4ന്റെ ഡബിള് അല്ലെ, 2 ടൈംസ് ഇരട്ടി, 2 മടങ്ങിലെ ഉണ്ടാവുക. അപ്പൊ 8 25 ഉണ്ടാവും. അപ്പൊ ഇവിടെ എത്ര എഴുതാം, 8 8 5 40, 8 2 16 4 20. കറക്റ്റ് അല്ലേ? നോക്ക്, 0 കറക്റ്റ്. അപ്പൊ 0.48 നമുക്ക് കിട്ടിയ ആൻസർ നോക്ക്, 0.48. അപ്പൊ ഈ വഴിഞ്ഞ വഴികളിലേക്കൂടെ എത്തുന്ന ആൻസർ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, സെക്കൻഡുകൾക്കുള്ളിലൂടെ കണ്ടുപിടിക്കാൻ കഴിയുന്നു. അതുപോലെ ഇതും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. 203-നെ ഇതേപോലെ ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ആൻസർ ഇത് തന്നെയാണോ എന്ന്. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് 2 കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിലത്തെ നമ്പറിന് ആ നമ്പറിന്റെ ഡബിള് 2 ടൈംസ് കണ്ടിട്ട് ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 ഡെസിമൽ ഇട്ട് കൊടുക്കുന്നു. ഐഡിയ മനസ്സിലായി കഴിഞ്ഞാലോ? ഓക്കെ, ഇതെന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരും കാര്യങ്ങൾ പഠിക്കട്ടെ. മാത്തമാറ്റിക്സ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, സ്കൂളിലൊക്കെ ടീച്ചർ ഒരു നമ്പറിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കേസ് വരുമ്പോൾ നിങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് അതിന്റെ ആൻസർ കണ്ടെത്തുകയാണ്. ഓക്കെ, കാര്യങ്ങൾ ഈ രീതിയിലും അറിയണം, പക്ഷെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള രീതിയും കൂടെ പരിചയപ്പെട്ട് കഴിയുന്നത് ഭാവിയിൽ കുട്ടികൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.